യോന പ്രവാചകനിലൂടെ നൽകപ്പെട്ട അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ആഹ്വാനം ഉൾക്കൊണ്ട് പാപവഴികൾ ഉപേക്ഷിച്ച് മാനസാന്തര വഴിയിലേക്ക് കടന്നുവന്ന നിനവെ നിവാസികളെപ്പോലെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും 50 നോമ്പിലേക്ക് സീറോ മലബാർ സീറോ മലങ്കര കത്തോലിക്ക സമൂഹം പ്രവേശിച്ചിരിക്കുകയാണ്. യേശുവിന്റെ മരുഭൂമിയിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ സ്മരിച്ചുകൊണ്ട് പാപപ്രലോഭനങ്ങളെ ദൈവവചനത്തിന്റെ ശക്തിയാൽ കീഴടക്കാനുള്ള ആത്മശക്തിക്കായി പ്രാർത്ഥിച്ചും മനുഷ്യന്റെ മണ്ണിൽ നിന്നുള്ള ഉത്ഭവവും മണ്ണിലേക്കുള്ള മടക്കയാത്രയും ഓർമ്മപ്പെടുത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ടുമാണ് സീറോ മലബാർ വിശ്വാസികൾ വിഭൂതി ആചരണത്തിലൂടെ വലിയ നോമ്പിലേക്ക് ചുവടുവെച്ചിരിക്കുന്നത്. ദേവാലയങ്ങളിൽ നടന്ന വിശുദ്ധ കുർബാനയിലും കുരിശിന്റെ വഴി പ്രാർത്ഥനകളിലും കുരിശുവര ശുശ്രൂഷകളിലും വിശ്വാസികളുടെ സജീവ സാന്നിധ്യം ശ്രദ്ധേയമായി. തലേവർഷത്തെ ഓശാന ഞായറാഴ്ചയിലെ വെഞ്ചിരിച്ച കുരുത്തോല കത്തിച്ച ചാരം നെറ്റിയിൽ കുരിശാകൃതിയിൽ പൂശി അനുതാപത്തിന്റെ യാത്ര ആരംഭിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും നൂനം എന്ന വരികൾക്കൊപ്പം മനുഷ്യന്റെ അന്ത്യത്തെപ്പറ്റി ചിന്തിച്ച് ക്രൂശിതനായ ക്രിസ്തുവിനോട് ചേർന്ന് സഹനങ്ങളും പ്രായശ്ചിത്തങ്ങളും ഏറ്റെടുത്ത് പാപങ്ങൾക്ക് അനുതാപ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാൻ വിശ്വാസികൾ തയ്യാറെടുക്കുന്നു. നെറ്റിയിൽ ചാരം കൊണ്ടുള്ള കുരിശുമായി വിദ്യാലയങ്ങളിലും പ്രവർത്തന മേഖലകളിലും കത്തോലിക്കർ തങ്ങളുടെ വിശ്വാസം പരസ്യമായി പ്രഘോഷിക്കുന്നതും അന്നേ ദിനം ഉപവസിക്കുന്നതും വിഭൂതിയുടെ സവിശേഷതകളാണ്. തുടർന്ന് ത്യാഗപൂർണമായ ജീവിതം നയിച്ചും കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയും മത്സ്യമാംസങ്ങൾ അടക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയും വിശ്വാസികൾ വലിയ നോമ്പ് ആചരിക്കുന്നു. സീറോ മലബാർ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദൈവോന്മുഖമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനും ജീവിക്കാനും ഉതകുന്നതാകണം നോമ്പാചരണമെന്ന് മാർ തട്ടിൽ വചന സന്ദേശത്തിൽ പറഞ്ഞു. സഹോദരങ്ങളിലേക്ക് പാലം പണിയാനുള്ള അവസരമായും നോമ്പാചരണത്തെ മാറ്റണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൂര്യ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ പിതാവും കൂര്യയിലെ ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസി സമൂഹവും വലിയ നോമ്പിന്റെ ആരംഭമായുള്ള ശുശ്രൂഷകളിൽ പങ്കുചേർന്നു. അതേസമയം സീറോ മലങ്കര സഭയിൽ സമാധാനം കൈമാറിക്കൊണ്ടുള്ള വിശേഷാൽ ശുഭക്കോനോ അഥവാ അനുരഞ്ജന ശുശ്രൂഷയായിരുന്നു വിഭൂതി തിരുക്കർമ്മങ്ങളുടെ സവിശേഷത. എല്ലാ രൂപതകളിലും നടന്ന വിശേഷ വിഭൂതി ആചരണങ്ങൾ രൂപതാധ്യക്ഷന്മാരുടെയും വൈദികരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. നോമ്പുകാലം ആരംഭിക്കുന്നതോടെ കുരിശുമല തീർത്ഥാടനവും പലയിടങ്ങളിൽ പരിഹാര പ്രദക്ഷിണങ്ങളും പതിവ് കാഴ്ചകളാകും. ഉയർപ്പ് തിരുനാളായ ഈസ്റ്റർ വരെ ക്രൈസ്തവർക്ക് വിവാഹമടക്കമുള്ള ആഘോഷങ്ങൾ ഇല്ല. ഈ വർഷം മാർച്ച് 31 ആഗോള കത്തോലിക്ക സഭയിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.